ചെയ്ത കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. ചെയ്ത കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15, 16, 17 തിരുവചനം നമുക്ക് നന്നായി അറിയാവുന്ന ഒരു വചനമാണ്. അടുത്ത കാലങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം മനോഹരമായി മുറിക്കപ്പെടുന്നത് കൊണ്ട് ബൈബിളിലെ വിശിഷ്ട വചനങ്ങളൊക്കെ ഏവർക്കും മനഃപ്പാഠമാണ്. പുറപ്പാട് 33-ന്റെ 15, 16, 17 ജീവിതഗന്ധിയായ സുന്ദരമായ ഒരു വചനം. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ കാരുണ്യം എത്രമേൽ ജീവിതത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ മോശയുടെ പ്രാർത്ഥനയാണത്. എൻ്റെ വാത്സല്യമുള്ളവരെ, മോശ എങ്ങനെയാണ് ജീവിതത്തിൽ ബലപ്പെട്ടത്? അതല്ലെങ്കിൽ സത്യവേദ പുസ്തകം പ്രതിപാദിക്കുന്ന ജീവിതങ്ങൾ അത്രയും എങ്ങനെയാണ് നല്ല തമ്പുരാന് പ്രിയപ്പെട്ടതായി തീർന്നത്? നാം കാര്യമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത്. എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രത്യേകത? എൻ്റെ ജീവിതത്തിൽ അതിനുള്ള പ്രസക്തി എന്താണ്? ഈ തിരിച്ചറിവാണ് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ കരുണയുള്ളവരായി മാറാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഘടകമെന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിക്കണം. കർത്താവിൻ്റെ കരുണ എന്തെന്ന് തിരിച്ചറിയാതെ അവൻ്റെ കാരുണ്യത്തിലേക്ക് ഊളിയിടാതെ ഒരിക്കലും ഒരുത്തനും ദൈവ കരുണയുടെ പ്രേഷിതനോ പ്രേഷിതയോ ആകാനാകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ മെഴ്സി ഓഫ് ദ ലോർഡ്. കർത്താവ് എങ്ങനെയാണ് നിന്നോട് കരുണ ചെയ്യുന്നത്, നീ അത് മനസ്സിലാക്കണം. സത്യവേദ പുസ്തകം ഈ അടുത്ത കാലത്ത് വായിച്ചു പോയപ്പോൾ അച്ഛൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു ചിന്തയാ. നിങ്ങൾ പേടിക്കരുത് അച്ഛനത് പറയുമ്പോൾ. ആ വാക്ക് ബോധപൂർവം പറഞ്ഞതാ. ആരും ഭയപ്പെടരുത് ഞാനിത് പറയുമ്പോൾ. മോശയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും മോശയോടും ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ നാട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സീനായി മലയുടെ അടിവാരമാണ്. പലവട്ടം പോയിട്ടുണ്ട്. സീനായി മലയുടെ അടിവാരം ഒരു കാത്തറിൻ മൊണാസ്ട്രി ഉണ്ട്. അവിടെ വെച്ചാണ് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തത്. മോശയുടെ സാന്നിധ്യവും സ്മെല്ലും മണവുമൊക്കെയുള്ള ഒരിടം. ഞാൻ പലപ്പോഴും മോശയോട് ചോദിക്കാറുണ്ട്, എനിക്ക് വ്യക്തമായിട്ടറിയാം താൻ ലോകത്തറയായിരുന്നു, തന്നെ ഒന്നിനും കൊള്ളില്ലായിരുന്നു. എന്നെക്കാളും മോശ, സത്യമായിട്ടും മോശേ. ഞാൻ ഇടയ്ക്ക് മോശയോട് പറയും, തന്ത ആരാന്ന് നിനക്കറിഞ്ഞൂടാ. എനിക്കറിയാം എൻ്റെ അപ്പൻ ആരാന്ന്. അപ്പൻ ആരാണെന്ന് നിനക്കറിഞ്ഞൂടാ. വെല്ലോൻ്റെ കുടുംബത്ത് കരക്കാരുടെ ഫുഡടിച്ചാ നീ വലുതായത്. ആ തണ്ട് മിടുക്കും വൃത്തികെട്ട സ്വഭാവവും നിനക്കുണ്ടായിരുന്നു.
ഒരൊറ്റ അടിക്കാണ് ഒരെണ്ണത്തിനെ കൊന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഭയങ്കര കോപ സ്വഭാവിയായിരുന്നു. ഒടുക്കത്തെ വിക്കായിരുന്നു. ഒരു ഡയലോഗ് പറയണമെങ്കിൽ നിനക്ക് ഒരു ദിവസം വേണം. ബബ്ബ എന്ന് പറ. ഞാനെന്ത് ഡീസൻ്റായിട്ടാണ് സംസാരിക്കണത്? ഞാൻ മോശയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, താൻ ലോകത്തറയായിരുന്നു, ഒന്നിനും കൊള്ളില്ലാത്തവനായിരുന്നു. എങ്ങനെ ബലപ്പെട്ടു ഇങ്ങനെ? സത്യവേദ പുസ്തകത്തിലെ നിന്റെ കഥ വായിച്ച് ഞാൻ കോൾമയിർ കൊള്ളും. നീ ആകാശങ്ങളോട് അലറുമ്പോൾ ആകാശം മന്ന പൊഴിക്കും. നീ കടലിന് നേരെ വടി നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് മുറിയും. നീ പാറമേൽ അടിക്കുമ്പോൾ വെള്ളം കുതിച്ചു പൊങ്ങും. നീ സമാഗമ കൂടാരത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ആകാശത്ത് നിന്ന് മേഘരൂപത്തിൽ ദൈവം ഇറങ്ങി വന്ന് കൂടാരത്തെ പൊതിയും. സ്നേഹിതനോടെന്ന പോലെ നീ നിന്റെ തമ്പുരാനോട് വർത്തമാനം ചൊല്ലും. നീ സമാഗമ കൂടാരം വിട്ടിറങ്ങുമ്പോൾ, നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മേഘം കർത്താവ് ആകാശത്തേക്ക് മടങ്ങും. എൻ്റെ പൊന്നു ചങ്ങാതി, നീ എങ്ങനെ ഇങ്ങനെ ബലപ്പെട്ട്? മോശ എനിക്ക് പറഞ്ഞു തരുന്നൊരു സത്യമുണ്ട്. ഞാൻ മാത്രമല്ല എൻ്റെ മോനെ, എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ അനുഗ്രഹം, അവൻ്റെ കാരുണ്യം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയ കർത്താവിൻ്റെ കാരുണ്യവും അവൻ്റെ വിളിയുടെ മഹത്വവും അവൻ്റെ കൃപകളും ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റിയാൽ ഒരെണ്ണം പോലും ഇല്ല നല്ലത്. ഞാൻ കണ്ടിട്ടില്ല. ആരെ വേണമെങ്കിലും പിടിക്കാം, തുടക്കം മുതൽ ഒടുക്കം വരെ. ആദത്തിൻ്റെ സ്വഭാവം അറിയാല. പുള്ളിയാണല്ലോ ആദ്യത്തെ ആള്, ആദം. ഞാൻ പലപ്പോഴും മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും തമ്പുരാൻ അനുവദിച്ച് ഞാനെങ്ങാനും സ്വർഗത്തിൽ വന്നാൽ, തന്നെ എങ്ങാനും ആ പരിസരത്ത് കണ്ടാൽ, എനിക്ക് ഒന്ന് രണ്ട് കാര്യം മുഖത്ത് നോക്കി ചോദിക്കാനുണ്ട്. ആ ആപ്പിള് കണ്ടപ്പോൾ തനിക്കൊന്ന് കണ്ണടച്ച് പിടിക്കായിരുന്നില്ലേ ആദം? താൻ എന്തിനാ അത് വാങ്ങി? താൻ ഒരൊറ്റ ഒരുത്തൻകാരനാണ് ഇന്ന് ഈ ഗതികേട് മൊത്തം എനിക്കുണ്ടായത്. ഇല്ലെങ്കിൽ ഞാനിന്ന് എങ്ങനെ ജീവിക്കേണ്ടവനാ പറുദീസായിൽ? പെണ്ണിൻ്റെ സ്വഭാവം തനിക്കറിയാല. എന്തിനാ താൻ ആ ആപ്പിള് കണ്ടപ്പോൾ കണ്ണുരുട്ടി പിടിച്ചത്? എന്തിനാ അത് വാങ്ങിച്ച് താൻ വിഴുങ്ങിയത്? തിരിയും കൂടി ഒരു ശ്രദ്ധ അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ എത്ര മനോഹരം. ആദം ഇടറിപ്പോയവനാണ്, അനുസരണക്കേട് കാട്ടിയവനാണ്. അവൻ്റെ അനുസരണക്കേടിൻ്റെ ഭീകരത അറിയണമെങ്കിൽ പറുദീസായിലുള്ള അവൻ്റെ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും മനസ്സിലാക്കണം. ഒടേതമ്പുരാൻ്റെ തോളത്ത് കൈയിട്ട് മോർണിംഗ് വാക്കിങ്ങും ഈവനിങ് വാക്കിങ്ങും നടത്തിക്കൊണ്ടിരുന്നവനാന്ന് ഓർക്കണം. അവിടെ നിന്നാണ് ചവിട്ടിക്കൂട്ടി രണ്ടെണ്ണത്തിനെയും തമ്പുരാൻ കർത്താവ് പുറത്താക്കിയത്. പറുദീസായ്ക്ക് വേലിയും കെട്ടി കെരൂബുകളെ കാവലും നിർത്തി. കെരൂബുകളോട് കർത്താവ് പറയുകയും ചെയ്ത്, കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഒരൊറ്റ ഒരെണ്ണത്തിനകത്ത് കയറ്റിയേക്കരുത്. ഈ പുള്ളിയുടെ ഒറ്റൊരുത്തൻ്റെ പിടിപ്പുകേടാ. ഞാൻ ആദത്തിനോട് പറയും, ഞാൻ സ്വർഗത്തിലെങ്ങാനും വന്നു എന്നറിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വന്ന് പെടാണ്ട് സൂക്ഷിക്കണം. നോഹ, തമ്പുരാൻ കർത്താവ് ആകാശത്ത് നോക്കിയപ്പോൾ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഒരുത്തനായിട്ട് കണ്ടത് നോഹേനെയാണെന്നാണ് പറയണേ. പുള്ളിയോടാണ് തമ്പുരാൻ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞതും ഉള്ളതിനെയൊക്കെ തടുത്തു കൂട്ടി അകത്ത് കയറ്റാൻ പറഞ്ഞതും. ഡീസൻ്റായിട്ട് ചെയ്ത് ഇത്തിരി അനുസരണം പുള്ളി കാണിച്ചു. പെട്ടകം ഉണ്ടാക്കി എല്ലാത്തിനും അകത്ത് കയറ്റി. കർത്താവ് ആകാശത്തിൻ്റെ വാതിലും തുറന്നു, ജനലും തുറന്നു. വെള്ളം ആഘോഷമായിട്ട് വന്ന് പെട്ടകം പൊങ്ങി. സകലതും ചത്തൊടുങ്ങണത് നോഹ കിളിവാതിലിലൂടെ കണ്ട്. കാക്കേനെ പറത്തി, പ്രാവിനെ പറത്തി, എന്തൊക്കെയോ പരിപാടികളുണ്ട്. എല്ലാം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി. നോഹയുടെ പെട്ടകം മലപ്പുറത്തുറച്ച്, നമ്മുടെ മലപ്പുറമല്ല, മലയുടെ പുറത്തുറച്ച്. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയല്ലേ നമ്മൾ വായിക്കണത്? അതേലോ ഉൽപ്പത്തി 19. ആശാൻ എന്താ കൃഷി ചെയ്തത്? റബ്ബറല്ലട്ടാ, മുന്തിരി നട്ട്.
മുന്തിരി നട്ടത് വിളഞ്ഞ് വന്നപ്പോഴേ പറിച്ച് ചാറുണ്ടാക്കി. ചാറെന്ന് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വീഞ്ഞുണ്ടാക്കി. നോഹ ആദ്യം ചെയ്ത പണിയാ വീഞ്ഞുണ്ടാക്കിയാൽ പിന്നെ ആണുങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ? അത് പരമാവധി കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ പുരുഷനും തോന്നണത് നോഹയ്ക്കും തോന്നി, വസ്ത്രം ഒരാർഭാടമാണ്, കൗരിക്കളഞ്ഞ്. ഉൽപ്പത്തി 19 ഞാൻ വായിച്ചേക്കണത് അങ്ങനെയാണ്. നോഹ ഇഞ്ച പറ്റ് വെള്ളടിച്ച് പൂക്കുറ്റിയായി തുണിയും പറിച്ച് കളഞ്ഞ് മലന്ന് കിടന്ന്, കമന്നാണെങ്കിൽ സഹിക്കാം, മലന്ന് കിടന്ന് നോഹ തന്തയുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് 2 ആമ്പിള്ളേർ വീട്ടിൽ പോയി തോർത്തുകൊണ്ട് എടുത്തുകൊണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ച് പുറകോട്ട് നടന്ന് ചെന്ന് മുടിയെന്ന് പറയണത്. സ്റ്റാൻഡേർഡ് ഉള്ളവൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നോഹ, അബ്രാഹം വിശ്വാസത്തിൽ എൻ്റെ പിതാവ്, തങ്കപ്പെട്ട മനുഷ്യൻ, പക്ഷെ 90 വയസ്സ് വരെ മക്കളില്ല. മക്കളെന്ന് പറയുന്നത് ദൈവാനുഗ്രഹമായി എണ്ണപ്പെടുന്ന ഒരു സംസ്കൃതിയിൽ കുഞ്ഞില്ലാതെ ജീവിച്ച അബ്രാഹം എല്ലാവരാലും തിരസ്കൃതനും അവഗണിക്കപ്പെട്ടവനുമായിരുന്നു എന്നുള്ളത് അച്ചിട്ടം. അവനെ ആരും വില വെച്ചിട്ടുണ്ടാവില്ല, അവനെ ആരും അംഗീകരിച്ച് കാണില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ അവന് ഒരു വിലയുമില്ല, നിലയുമില്ല, അവനൊരു സ്റ്റാൻഡേർഡും ഇല്ല. അത് പിന്നെ പുള്ളിയുടെ കുറ്റം കൊണ്ടല്ല എന്ന് വിചാരിക്കാം, പക്ഷെ മറ്റേത് പുള്ളിയുടെ തന്നെ കുറ്റാണല്ല. ഞാൻ അബ്രാഹത്തോട് പണ്ടൊക്കെ പറയാറുണ്ട്, കാര്യം എന്തൊക്കെ ആയാലും അബ്രാം അങ്ങനെക്ക് പിതൃതുല്യനാണ്, പക്ഷെ ആ വേലക്കാരി പെണ്ണിനോട് ചെയ്തത് എനിക്കിഷ്ടമായില്ല. അബ്രാഹത്തിന് ഇടർച്ച പറ്റി. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങ് പോന്നോട്ടെ. യാക്കോബ് അറിയാല, പേര് തന്നെ ചതിയാണ്. ജാക്കോബുസ്, അർത്ഥം നിങ്ങൾക്ക് പറയാൻ എനിക്ക് ചമ്മലാണ്. നമ്മുടെ പേരും അത് തന്നെയാണ്, ജാക്കോബുസ്. ജേക്കബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കുതുകാല് വെട്ടി, കാല് വാരി, ചതിയൻ, വഞ്ചകൻ. യാക്കോബായ സഹോദരങ്ങൾ പറയും ഉബായി. പേരിൻ്റെ ഉത്ഭവം നിങ്ങൾക്കറിയാം. 2 ഒരുമിച്ചായിരുന്നു റബേക്കയുടെ വയറ്റിൽ. മൂത്തത് ഏസാവ് പുറത്തേക്ക് വന്നപ്പോൾ ഇളയത് അവൻ്റെ കാലെ പിടിച്ചിരിക്കുന്നതായി അവൾ കണ്ട്, അങ്ങനെ പിന്നാലെ വന്നതിന് അവൾ പേരിട്ട് കാലുവാരി എന്നർത്ഥമുള്ള ജാക്കോബുസ്. എല്ലാ ജേക്കബ്മാർക്കും നമ്മോവാകും. നമ്മുടെ പേരിൻ്റെ അർത്ഥം അതാണ്. പേര് പോലെ തന്നെ സ്വഭാവവും നമുക്കറിയാലോ. പയറ് പായസം, പ്രച്ഛന്നവേഷ മത്സരം, ഒരപ്പൻ്റെ 2 പെമ്മക്കളുടെ കിഡ്നാപ്പിംഗ്, തലയണ വെച്ചത് കരിങ്കല്ല്, യാക്കോബ് കണ്ട സ്വപ്നം. അവനൊക്കെ അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ, യാക്കോബിനൊക്കെ പറ്റുള്ളൂ. സ്വർഗത്തിലേക്ക് ഗോവണി കുത്തിച്ചാരി വെച്ചേക്കണ്, മാലാഖമാർ ഷട്ടിലടിക്കണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഒരു സ്റ്റാൻഡേർഡ് സ്വപ്നം ഇതുവരെ ഒരെണ്ണം തടഞ്ഞിട്ടില്ല. എന്തൊക്കെ സ്വപ്നങ്ങളാണ് ജേക്കബ് കണ്ടത്, എന്തെല്ലാം തരികട പരിപാടികളാണ് പുള്ളി കാണിച്ചത്. കാര്യം മലാക്കിയുടെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യാക്കോബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വായിക്കുമ്പോഴാണ് എനിക്ക് ഇത്തിരി ആശ്വാസം തോന്നാറ്. എൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചു എൻ്റെ കർത്താവ്, യാക്കോബിൻ്റെ ദൈവം. യാക്കോബ് ലോക തരികടയാ, 100 പോരായ്മകളുള്ളവനാ. എന്ത് കാര്യം വരുത്താനാ ഈ ചേട്ടനെയൊക്കെ പറ്റിച്ചത്? ജേക്കബ്. പിന്നെ വരുന്നുണ്ട് ദാവീദ്, പറയണ്ടല്ല. ഒരു പെണ്ണ് കുളിക്കാൻ സോപ്പം കൊണ്ടുപോയുള്ളൂ, അവൻ പെട്ട്. ദാവീദ്, സാംസൺ, ഹോസിയ, ജെറമിയ, ആരെ വേണമെങ്കിലും ബൈബിളിൽ എടുത്ത് നോക്കിക്കോ പ്രിയം. നമ്മുടെ ശെമയോൻ പത്രോസ് 3 കൊല്ലം തമ്പുരാൻ്റെ കൂടെ നടന്നിട്ടും ശെമയോൻ്റെ എളിയിൽ വടിവാളുണ്ടായിരുന്നു അല്ലേ? വാളുണ്ടായിരുന്നു. വാളൂരി വീശി പത്രോസ്. കർത്താവിനെ പട്ടാളം പിടിക്കാൻ വന്നപ്പോൾ ശെമയോൻ പത്രോസ് വാളൂരി വീശി. ഉന്നം നല്ലതായതുകൊണ്ട് ചെവിയാ പോയുള്ളൂ, ഇല്ലെങ്കിൽ പണിപാളിയനെ അല്ലേ? യോഹന്നാൻ, ദൈവം സ്നേഹമാണെന്ന് പറയണ ജോൺ. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയണമെന്നുള്ളൂ.
എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ്റെ ജീവിതം അറിയാല. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കുന്നവൻ ദൈവത്തിലാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാണ്ട് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നവൻ കള്ളം പറയുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. എന്നാ ഡയലോഗൊക്കെയാ! സൂപ്പറല്ലേ യോഹന്നാൻ, സ്നേഹത്തിൻ്റെ പാട്ടുകാരൻ. ലൂക്കായുടെ സുവിശേഷം 9. തമ്പുരാൻ കർത്താവ് കുറച്ച് പേരെ മുമ്പേ പറഞ്ഞു വിട്ട് അടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വാ, എനിക്ക് വഴിയൊരുക്ക്. തനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ കർത്താവ് മുമ്പിൽ കുറേ എണ്ണങ്ങളെ പറഞ്ഞു വിട്ട്. പോയവരൊക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ. ഇടയ്ക്ക് ഏതോ 2 ദരിദ്രവാസികൾ പറഞ്ഞ് ഞങ്ങളൊരു നാട്ടിൽ ചെന്നപ്പോൾ ആ നാട്ടിലുള്ളവർ ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല, ഞങ്ങളെ അവർ പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. തൊട്ടടുത്ത് അതും കേട്ടുകൊണ്ട് നിന്ന സെബദീപുത്രൻ ജോൺ പറഞ്ഞത് എന്താണെന്ന് ലൂക്ക 9 എഴുതി വെച്ചിട്ടുണ്ട്. എന്നതാ യോഹന്നാൻ പറഞ്ഞത്? കർത്താവേ, ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആ നാട്ടിലുള്ളവരെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. നിങ്ങൾ പറ, യവൻ്റെ ഉള്ളിലിരിപ്പ് എന്താന്ന്? എവിടെയെങ്ങാണ്ട് എന്ന് ഏതാണ്ട് വിളിച്ചു പറഞ്ഞു. അവർ കേട്ടില്ലെന്ന്. അത് കേട്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ പാട്ടുകാരൻ്റെ വായെന്ന് വന്ന ഡയലോഗാണ്, ആ നാട്ടിലുള്ളവരെ മുഴുവൻ ഞാൻ കത്തിച്ച് കളഞ്ഞോട്ടെ എന്ന്. നമ്മളൊക്കെ ഒരാൾക്ക് 2 ആൾക്ക് കൊട്ടേഷൻ വയ്ക്കും. ഒരു നാട് മൊത്തം കൊട്ടേഷൻ പിടിച്ചവനാ ജോൺ. ഈ പുള്ളിയാ പിന്നീട് പറഞ്ഞത് ദൈവം സ്നേഹമാണ്. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ദൈവത്തിൻ്റെ കാരുണ്യം. സുവിശേഷം പ്രതിപാദിക്കുന്ന എല്ലാ മക്കളും ഇടറിപ്പോയവരാ. സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ജീവിതങ്ങൾക്കും പോരായ്മകളുണ്ട്. നമ്മുടെയൊക്കെ മാനുഷിക മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ വളരെ തറകളാണെന്ന് നമുക്ക് തോന്നും വിധം അത്രമാത്രം പോരായ്മകൾ ഉള്ളവരുടെ കഥയാണ് ബൈബിള് പറയണത്. സത്യം പറയാലോ, എൻ്റെ ചില പ്രാർത്ഥനയൊക്കെ എൻ്റെ തമ്പുരാൻ കേട്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. ഞാൻ ബൈബിൾ എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയും, ദേ ഇത്രയും വൃത്തിയോടൊന്നും ഞാൻ കാണിച്ചിട്ടില്ലട്ടാ, ഞാൻ ഒരു ചേട്ടൻ്റെ ഒന്നും പറ്റിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ സ്മോൾ അടിച്ചിട്ടില്ല, ഒരാളും കുളിക്കുന്നിടത്ത് ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല, ഞാൻ ഒരു കുഴപ്പത്തിനും നിന്നിട്ടില്ല. നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ മുഖം വീർപ്പിക്കണത്? ഇമാതിരി ദരിദ്രവാസികളോടൊക്കെ നിനക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മുടെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി പരിഗണന കാണിക്കണതിന് ഇപ്പം എന്താ കുഴപ്പം? ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ചൂടാവും, ഞാൻ എൻ്റെ തമ്പുരാനോട് ബഹളം വയ്ക്കും. എനിക്കും കിട്ടണം നീതി. എനിക്ക് ഇടർച്ചകൾ വന്നിട്ടുണ്ട്, എനിക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ നിന്റെ മുമ്പിൽ ലോകത്തറയാ, പക്ഷെ ഇത്രയില്ലട്ടാ, എന്നോട് കരുണ ചെയ്യണം. നമ്മുടെ ദൈവത്തെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ദൈവം ലോകത്ത് മറ്റൊരു ജനതയ്ക്കുമില്ല. ഇങ്ങനെ ഒരു കർത്താവ് ലോകത്തിൽ മറ്റൊരു ജനതയ്ക്കുമില്ല. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാ. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാ. ഈ വചനത്തിൻ്റെ അർത്ഥഭംഗി മനസ്സിലാക്കണമെങ്കിൽ അതാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് അവനോൻ്റെ മുഖം നോക്ക്. നിന്റെ ജീവിതത്തോട് കർത്താവ് കാണിക്കുന്നത് ഈ സത്യവേദ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഓരോ ജീവിതങ്ങളോടും അവൻ കാണിച്ചത് തന്നെയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ബലഹീനനും പാപിയും പോരായ്മകൾ ഉള്ളവളുമൊക്കെയായി പരിഗണിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നതും മാറോടണയ്ക്കുന്നതും ഈ ഒരൊറ്റ സ്വഭാവം നിന്റെ കർത്താവിനുള്ളതുകൊണ്ടാണ്. അവൻ കരുണയുള്ള ദൈവമാണ്.